സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. നമ്മൾ ഇന്നലെ ഭഗവാൻ അവതരിച്ചിട്ടാണ് നിർത്തിയത്. കഥ പറയൽ സൂര്യവംശം പറഞ്ഞു, ശ്രീരാമൻ്റെ കഥ വിസ്തരിച്ച് പറഞ്ഞു. സൂര്യവംശം, ചന്ദ്രവംശം, അങ്ങനെ രണ്ട് വംശങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ളത്. സൂര്യവംശത്തിൽ ശ്രീരാമനും പ്രധാനം, ചന്ദ്രവംശത്തിൽ കൃഷ്ണൻ. മറ്റ് മോശക്കാരായിട്ടല്ല, എങ്കിലും അവതാരങ്ങളായിട്ട്, പൂർണ്ണാവതാരങ്ങളായിട്ട്, പരിപൂർണ അവതാരമായിട്ട് ശ്രീകൃഷ്ണനും പൂർണ്ണാവതാരമായിട്ട് രാമനും. ഇനി ചന്ദ്രവംശം കൂടി വേഗം പറഞ്ഞിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അന്ന് മുഴുവൻ, ഇന്ന് നമുക്ക് ഇരിക്കപ്പുറത്തില്ലാത്ത വിധം ഭഗവാന്റെ കാര്യങ്ങൾ പറയാനുണ്ട്, കല്യാണം വരെ. അപ്പം അതുകൊണ്ട് വേഗം 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 പറഞ്ഞു പോകണം, വേഗം വായിച്ചു പോകും വേണം. ചന്ദ്രവംശത്തിലെ ഈ ബുധൻ്റെ പുത്രനായിട്ടുള്ള ചന്ദ്രൻ എന്നാ ചന്ദ്രവംശം, പുരൂരവസ് എന്നാണ് ചന്ദ്രവംശം ഉണ്ടായെന്നൊക്കെ പറഞ്ഞു. അതിൽ പുരൂരവസിൻ്റെ മകൻ വിജയൻ, കുശാംബു, ഗാധി, സത്യവതി, ജമദഗ്നി, പ്രധാനപ്പെട്ട ആൾക്കാരെ മാത്രമേ പറയുള്ളൂ. ജമദഗ്നി അതിഗംഭീരനായിട്ടുള്ളൊരു മഹർഷിയാണ്, പുരൂരവസിൻ്റെ പരമ്പരയിൽപ്പെട്ട. അതിൽ ഈ ജമദഗ്നിയുടെ ഭാര്യ രേണുകയാണ്. രേണുക ഒരിക്കൽ ഈ ജലം, പൂജയ്ക്കുള്ള ജലം കൊണ്ടുവരാൻ പോയപ്പോൾ അവിടുന്നൊരു യക്ഷൻ ജലകേളി നടത്തുന്നത് കണ്ടപ്പോൾ അത് നോക്കി നിന്നു. അത് നോക്കി നിന്നതിൽ പാതിവ്രതഭംഗം വന്നു എന്നാണ്. അപ്പോൾ തൻ്റെ പുത്രന്മാരോട് പറഞ്ഞു, അമ്മയെ കൊന്നോളാൻ പറഞ്ഞു. 4 മക്കളാണ്. ആ 4 ആൾക്കാരും സമ്മതിച്ചില്ല. അമ്മയെ കൊല്ലൽ ശരിയാവില്ല. അവസാനമാണ് പരശുരാമൻ, ചെറിയ മകനാണ്, മകനോട് 14 വയസ്സേ ഉള്ളൂ. അവനോട് പറഞ്ഞു, പറഞ്ഞാൽ കേൾക്കാത്ത ഏട്ടന്മാരെയും അമ്മയും കൊന്നോളാം. പറഞ്ഞ് കേൾക്കേണ്ട താമസം മൂപ്പര് കാച്ചി. സന്തോഷമായി ജമദഗ്നിക്ക്. എന്താ വരം വേണ്ടത് ചോദിച്ചു. ഇവരൊക്കെ ജീവിക്കണം, ഞാൻ കൊന്നു എന്ന് അറിയാനും പാടില്ല. കാര്യം കഴിഞ്ഞില്ലേ. എല്ലാവരും പഴയ പോലെ ണയിച്ചിരുന്നു. അവരുടെ പാപമൊക്കെ പോയി. പരശുരാമനെ കൊന്നത് അവർക്ക് അറിയൂല. ഈ രാമൻ തപസ് ചെയ്തിട്ട് ശിവനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് ശിവൻ്റെ ശിഷ്യനായിട്ട് ശിവൻ്റേതുള്ള മഴു വാങ്ങിയിട്ടാണ് പരശുരാമനായി. അതുപോലെ വെറും രാമനായിരുന്നു. അപ്പോൾ ഒരിക്കൽ അവിടെ അന്നത്തെ ക്ഷത്രിയന്മാരിൽ അതിഗംഭീരനായിട്ടുള്ള രാജാവാണ് കാർത്തിവീര്യാർജുനൻ, ഈ വംശത്തിൽപ്പെട്ട ആൾ തന്നെ. അയാൾ നായാട്ടമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ ജമദഗ്നി മഹർഷി ആശ്രമത്തിലെത്തി. ക്ഷീണിച്ചു, വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ സുശീല എന്നുള്ള കാമധേനുവിൻ്റെ വംശത്തിൽപ്പെട്ടൊരു പശുവുണ്ട്. അത് എന്തും കൊടുക്കണമെന്നായി. കാമധേനു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ എന്ത് ചോദിച്ചാലും തരും. അപ്പോൾ വിസ്തരിച്ച് സൽക്കരിച്ചു. സൈന്യങ്ങൾക്ക് ഭക്ഷണം, അവനവന് ഭക്ഷണം, എന്താ ചോദിച്ചാൽ അതൊക്കെ. ഇത് ഇവിടെ സാധിച്ചു വെച്ചപ്പോൾ ഈ പശുവിൻ്റെ പണിയാണ്. എന്നാൽ ശരി, ഇതൊക്കെ രാജാവിനെ വേണ്ടത് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് തരാൻ പറ്റില്ല പറഞ്ഞു. മന്ത്രി അയച്ചു. ചുരുക്കം യുദ്ധത്തിൽ ജമദഗ്നി കൊന്നു, മഹർഷിയെ കൊന്നു. പരശുരാമൻ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ അച്ഛൻ മരിച്ചു കിടക്കണു, അമ്മ നെഞ്ഞത്തടിച്ച് നിലവിളിക്കണം. 21 പ്രാവശ്യം നെഞ്ഞത്ത് വെച്ച് തലവിളിച്ചു ഉതറേ രേണുക. അപ്പോൾ പരശുരാമൻ 21 വട്ടം ഈ ക്ഷത്രിയരെ ഞാൻ ഇല്ലാതേക്കും. അങ്ങനെ കാർത്തികവീരാർജുനൻ ഈ മക്കളെയും മുഴുവൻ ഒരു വട്ടം ഈ രക്തമൊക്കെ കൊണ്ടുപോയിട്ട് സമന്ത പഞ്ചകം പറഞ്ഞ സ്ഥലത്താണ് ഈ കൊന്ന രക്തം മുഴുവൻ വലിയ തടാകമായി എന്നാണ് പറയുന്നത്. അങ്ങനെ അത് ഗംഭീരമായിട്ട് ഇവരൊക്കെ ക്ഷത്രിയന്മാരുടെ അഹങ്കാരം മുഴുവൻ തീർത്തു. ആ പരശുരാമനാണ് പറയണത് രാമനോട്, ക്ഷത്രിയ കുലാന്തകൻ ഞാൻ എന്നതറിഞ്ഞീലേ. കല്യാണം കഴിച്ച് വരുമ്പോൾ ചോദിക്കണ്ടോ രാമനോട്, ക്ഷത്രിയൻ്റെ അന്തകനാണ് ഞാൻ, നിനക്ക് അറിയില്ലേ എന്ന് ചോദിച്ചിട്ടാണ് തിരിച്ച് തടുക്കണത്. പിന്നെ പ്രാർത്ഥിച്ചപ്പോൾ പിതൃക്കൾ വന്നിട്ട് ഈ രക്തം ആയിട്ടുള്ള തടാകത്തിനെ തീർത്ഥാക്കി മാറ്റി. അവിടെ പിതൃക്കൾക്ക് ഇത് ചെയ്യണത് വളരെ പുണ്യമാണ്. അപ്പോൾ അത് സമന്ത പഞ്ചക തീർത്ഥാണ്. അപ്പം എന്തായാലും ആ പരശുരാമൻ കശ്യപന് ഭൂമിയൊക്കെ ദാനം ചെയ്ത് തപസ്സിന് പോയി. ഇപ്പോഴും പരശുരാമൻ ജീവിച്ചിരിക്കേണ്ടതാണ് സങ്കല്പം. 7 ചിരഞ്ജീവികൾ, അശ്വത്ഥാമ, ബലിർ, വ്യാസോ, ഹനുമാംശ്ച വിഭീഷണ, കൃപ, പരശുരാമശ്ച. 7 പേര് ചിരഞ്ജീവികളാണ്. എവിടേക്കോ ഹിമാലയത്തിലൊക്കെ നടക്കേണ്ടതാണ്. അശ്വത്ഥാമാവ് മഹാബലി, അശ്വത്ഥാമ, ബലിർ, വ്യാസോ, ഹനുമാൻ, വിഭീഷണൻ, കൃപ, പരശുരാമൻ. അങ്ങനെ 7 പേര് ചിരഞ്ജീവികളാണ്. അവർ മരണമില്ലാത്തവരാണ്. അങ്ങനെ ഇനി പുരൂരവസൻ്റെ പരമ്പര പറയുകയാണ്. അതിൽ
ശുക്രമാഷിൻ്റെ മകളാണ് ദേവയാനി. ദേവയാനി വിവാഹം കഴിച്ചത് യയാതിയാണ്. ഈ യയാതി ദേവയാനി വിവാഹം കഴിച്ച എന്നൊരു കഥ എന്താ വെച്ചാൽ, കഥ വേഗം പറയാനും പറ്റില്ല അല്ലേ. ഈ യയാതി എന്ന് പറഞ്ഞ പെൺകുട്ടിയും അന്നത്തെ രാജാവ് വൃഷവർമാവൻ്റെ മകൾ ശർമ്മിഷ്ഠി നല്ല കൂട്ടുകാരാണ്. അവരിങ്ങനെ കുളത്തിൽ കുളിക്കുമ്പോൾ ഒരു രാജകുമാരൻ വരേണ്ട അവർ വേഗം വസ്ത്രം ധരിച്ചു കരയ്ക്ക് കയറിയിട്ട്. അപ്പം എന്തുണ്ടായിച്ചാൽ രാജകുമാരൻ്റെ വസ്ത്രം ദേവയാനിയും ധരിച്ചു, ദേവയാനിയുടെ വസ്ത്രം ശർമ്മിഷ്ഠ രാജകുമാരൻ ധരിച്ചു. അതിൽ ദേഷ്യപ്പെട്ടു, നീ ആരാ എൻ്റെ വസ്ത്രം ധരി, കൂട്ടുകാരിയൊക്കെ തന്നെയാണ്. ദേഷ്യപ്പെട്ടു. എന്തായാലും ദേവയാനി കിണറ്റിലേക്ക് തള്ളിയിട്ടു. ആ കിണറ്റിൽ നിന്ന് കരച്ചിൽ കേട്ടപ്പോൾ യയാതി പറഞ്ഞ ഇയാൾ വന്നിട്ട് രക്ഷിച്ചു. കൈപെടുത്തവന് പണ്ട് പാണിഗ്രഹണമാണല്ലോ, കൈ പിടിച്ചവൻ്റെ ഭർത്താവായില്ലോ. അങ്ങനെ ഈ യയാതിക്ക് പക്ഷേ പഴയൊരു കഥ പറയാണ്ട്, പഴയൊരു പ്രേമുണ്ടായിരുന്നു, കജൻ പറഞ്ഞൊരാൾ. ഈ കജൻ എന്തിനാ വന്നു വെച്ചാൽ ശുക്രമഹർഷിക്ക് മൃതസഞ്ജീവനി മന്ത്രം അറിയാം. അത് പഠിക്കാൻ വേണ്ടി വേഷം മാറി വന്നിട്ട് ദേവയാനായിട്ട് ലോക്കിയായി മന്ത്രം പഠിച്ചു. കാര്യം കഴിഞ്ഞപ്പോൾ മൂപ്പര് പൂജ ചെയ്തു. അപ്പോൾ ഈ യയാതി ശർമ്മിഷ്ഠ ഈ വൃഷപ്രഭാവൻ്റെ മകള് ശർമ്മിഷ്ഠയുടെ വിവാഹം കഴിച്ചപ്പോൾ ഈ തർക്കം വന്നപ്പോൾ എന്താ വേണ്ടത് ചോദിച്ചു. എനിക്ക് ശുക്രാചാര്യർ പറഞ്ഞു, അച്ഛാ നമുക്ക് ഇവിടെ നിൽക്കണ്ട, എന്നെ ഇവിടെ കിണറ്റി തള്ളിയിട്ടു പറഞ്ഞു. ഗുരു പോയ പ്രശ്നമല്ലേ, അപ്പം എന്താ പരിഹാരം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇവളെൻ്റെ തോഴിയായിട്ട് വരണം, എൻ്റെ കീഴിൽ വരണം. അപ്പോൾ ഈ യയാതി ദേവയാനെ കല്യാണം കഴിച്ചപ്പോൾ തോഴിയായിട്ട് കൂടെ പോയത് ശർമ്മിഷ്ഠയാണ്. കാരണം അല്ലെങ്കിൽ ശുക്രാചാര്യ തെറ്റിപ്പോവും. രാജകുമാരിയെ തോഴിയായിട്ട് വിട്ടു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇത് സാധാരണ തോഴിയല്ല, രാജകുമാരിയായിട്ട് ഒരു കണ്ണ് വേണം. ഒരു കണ്ണല്ല, 2 കണ്ണുമായി. ദേവയാനിയും കൂടെ ഇവളും ഭാര്യയായി. ദേവയാനി അറിയാതെ ശർമ്മിഷ്ഠയും ഭാര്യയ്ക്ക് മക്കൾ